നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ശുദ്ധമായ കർപ്പൂരമുണ്ടാക്കുന്ന ഒരു സ്ഥലത്തെയാണ്. ഈ സ്ഥലം പരിചയപ്പെടുത്തുന്നതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. വളരെ ശുദ്ധമായി മറ്റൊരു മായവും ചേർക്കാതെ കർപ്പൂരം ഉണ്ടാക്കുന്ന ഒരു സ്ത്രീ സംരംഭക. ആ സ്ത്രീ സംരംഭകയെ കൂടി ഈ വീഡിയോയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് ഈ കർപ്പൂരം ഉണ്ടാക്കുന്നത്, എന്താണ് ഈ കർപ്പൂരത്തിന് മറ്റ് കർപ്പൂരത്തിൽ നിന്നുള്ള വ്യത്യാസം, ഇതൊക്കെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ സ്ത്രീ സംരംഭക ആയതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. കാരണം ഞാൻ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഇത്തരം വ്യവസായങ്ങൾ തുടങ്ങുമ്പോൾ അവർ നേരിടുന്ന പ്രതിസന്ധികൾ ഈ മേഖലയിൽ വലിയതാണ്. ആ പ്രതിസന്ധി മറികടക്കാനും ഇത്തരം മായങ്ങളില്ലാത്ത ആഹാര വസ്തുവാണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് വസ്തുവാണെങ്കിലും മായം ചേരാത്ത സാധനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിന്റെ ഈ സ്ഥാപനത്തിന്റെ പ്രൊപ്പറേറ്റർ കൂടിയായ സൂര്യ രാജീവിനെ കൂടി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. സൂര്യയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ഈ കർപ്പൂരത്തിന്റെ ഗുണം. അതുപോലെ തന്നെ കർപ്പൂരം ഉപയോഗിച്ചുകൊണ്ട് റൂം ഫ്രഷ്നർ അടക്കം ഇപ്പോൾ സൂര്യ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് നമുക്ക് പോകാം. സൂര്യ, എന്തൊക്കെയാണ് ഈ കർപ്പൂരത്തിന്റെ പ്രത്യേകതകൾ? ഈ കർപ്പൂരം ശരിക്കും പ്യുവർ ആയിട്ടുള്ള ഒരു കർപ്പൂരമാണ്. അതിനകത്ത് ഞാൻ ഒരു കെമിക്കൽ ആഡിങ്ങും ഇല്ല. കാരണം ഇതിനകത്ത് മിക്കവാറും ആളുകൾ വാക്സ് കോട്ടിങ്ങും പിന്നെ ഹെക്സമിൻ കണ്ടന്റും ആഡ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് പ്യുവർ കർപ്പൂരത്തിൻ്റെ പൗഡർ മാത്രം പൊടിച്ചിട്ട് ക്രഷ് ചെയ്ത് മെഷീനിലിട്ട് കർപ്പൂരമായി വരുന്നതാണ്. അപ്പം ഇതിനകത്ത് എൻ്റെ കർപ്പൂരവും മറ്റ് കർപ്പൂരം തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എൻ്റെ കർപ്പൂരത്തിന് ഫിനിഷിങ് ഉണ്ടാവില്ല, പക്ഷെ അത് ഉപയോഗിക്കാൻ വളരെ പ്യുവറാണ്. കാരണം ശ്വസിച്ചാലും നമുക്ക് ലങ്സിനൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഞാനൊരു ആസ്മ പേഷ്യൻ്റാണ്. അപ്പോൾ ഞാനിത് തുടങ്ങിയപ്പം നേരിട്ടൊരു വെല്ലുവിളി എനിക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതിനകത്ത് കെമിക്കൽ കണ്ടൻറ്റ് യൂസ് ചെയ്യാത്തിടത്തോളം കാലം എനിക്ക് സേഫാണ്. കാരണം ഇത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഈ പരിസരം മൊത്തം ഭയങ്കര മണമാണ്. ഇതിനകത്ത് ഞാൻ ഒരു കെമിക്കലും ആഡ് ചെയ്യുന്നില്ല. കെമിക്കൽ ആഡ് ചെയ്യാതെ പ്യുവർ 100% ഓർഗാനിക് ആണ് ഞാൻ ഈ കർപ്പൂരം കൊടുക്കുന്നത്. ഇത് ഈ കെമിക്കൽ ആഡ് ചെയ്യാതെ, സാധാരണഗതിയിൽ കെമിക്കൽ ആഡ് ചെയ്യുന്നത് പലപ്പോഴും ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ബിസിനസ് ആയിട്ടാണ്. ഈ കെമിക്കൽ ആഡ് ചെയ്യാതെ ഇത് ഉണ്ടാക്കുന്നത് കൊണ്ട് സൂര്യക്ക് ഇത് ബിസിനസ് പ്രോഫിറ്റബിൾ ആണോ? അല്ല, ശരിക്കും പറഞ്ഞാൽ എനിക്കിത് പ്രോഫിറ്റബിളേ അല്ല. ഞാൻ ഇതിനെക്കുറിച്ച് കുറേ റിസർച്ചൊക്കെ നടത്തിയപ്പോൾ ഒരുപാട് പൂജാരിമാർക്ക് ഇതിൽ ഈ സ്ഥിരമായി വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന പൂജാരിമാർക്ക് ആസ്മ ഉണ്ടാവുന്നുണ്ട്. കാരണം അവർക്ക് ലങ്സിന് പ്രശ്നം വരുന്നുണ്ട്. 1-2 പൂജാരിമാർ എനിക്കറിയാവുന്നവർക്ക് ലങ്സിന് ക്യാൻസർ വന്ന് മരിച്ച പൂജാരിമാർ വരെ ഉണ്ട്. അപ്പം ഞാൻ അതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ പ്യുവർ മാത്രമേ, എത്ര നഷ്ടമായാലും ഞാനിനി പൂട്ടിക്കെട്ടി പോയാലും അതിനകത്ത് ഒരു കെമിക്കലും ആഡ് ചെയ്യില്ല എന്ന് ഉറച്ച വിശ്വാസത്തോടെയാണ് ഞാൻ ഇത് തുടങ്ങിയത്. ഈ സംരംഭം തുടങ്ങിയത് അങ്ങനെയാണ്. ആരെങ്കിലും ഒക്കെ കോൺടാക്ട് ചെയ്തിരുന്നു? ഇപ്പോൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നു? ഇപ്പോൾ വിശ്വഹിന്ദു പരിഷത്ത് പോലെ അല്ലെങ്കിൽ ക്ഷേത്ര സംരക്ഷണ സമിതി പോലെ അവർക്കൊക്കെ കുറേ ക്ഷേത്രങ്ങൾ അവരുടെയൊക്കെ കീഴിലുണ്ട്. അങ്ങനത്തെ ക്ഷേത്രങ്ങളെയോ അല്ലെ അത്തരത്തിലുള്ള കടകളിലൊക്കെ ചെന്നാൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും. കാരണം പ്രോഫിറ്റബിളായി അവർ നടത്തുന്ന ബിസിനസ്സാണ്. പലപ്പോഴും ഇത് വില കുറച്ചൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർക്ക് അതങ്ങനെ കിട്ടുന്നതുകൊണ്ട് അവർ ചിലപ്പോൾ എടുക്കാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. എങ്കിൽ പോലും ഇതൊരു അവബോധം ജനങ്ങൾക്ക് കൊടുത്താൽ, ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചേർന്നാൽ ഇത് കൂടുതൽ ആൾക്കാർക്ക് ഗുണകരമാകില്ലേ? ഞാൻ ഹിന്ദു ഐക്യവേദിയെ സമീപിച്ചിരുന്നു. അപ്പോൾ അവർ എന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരും പറയുന്നത് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആൾക്കാർക്ക് ഒരു അവയർ ഇല്ല. ഞാൻ പല കടകളിലും പോയി സമീപിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഇത് കത്തിക്കരിഞ്ഞു പോകുന്ന സാധനമല്ല, ഇതിനെന്തിന് പ്യൂരിറ്റി വേണം, അതിന് പ്യുവറൊന്നും ആരും ചോദിക്കുന്നില്ല, വില കുറച്ച സാധനം അത് മാത്രം മതി. കാരണം എനിക്ക് ഒരിക്കലും വില കുറച്ച് കൊടുക്കാൻ പറ്റില്ല. ഈ പൗഡറിന് തന്നെ 600 രൂപ 700 രൂപ വിലയുണ്ട്. ഈ സാധനം ഞാൻ എൻ്റെ കൂലിയും അതും എല്ലാം നോക്കിയിട്ട് പുറത്തേക്ക് ഇറക്കുമ്പോൾ തന്നെ എനിക്കൊരു 800 രൂപയെങ്കിലും കൊടുത്താലേ എനിക്കിത് മുതലാവുള്ളൂ. പക്ഷേ ആൾക്കാർ ഇത് 400 രൂപയ്ക്ക് 200 രൂപയ്ക്ക് 150 രൂപയ്ക്കും 1 കിലോ സപ്ലൈ ചെയ്യുന്നവരുണ്ട് ഹോൾസെയിൽ റേറ്റിൽ. അപ്പോൾ ഇതിൽ മിഡിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇത് ഒരുപാട് ലാഭം ഉണ്ടാക്കുന്നത്. കാരണം അതിന് ഹെക്സമിൻ എന്ന് പറയുന്ന പൗഡറിന് വെറും 90 രൂപ വിലയുള്ളൂ 1 കിലോയ്ക്ക്. ആ പൗഡറിനകത്ത് ഒരു 10% ഈ കർപ്പൂരത്തിന് ക്യാംഫർ പൗഡർ ഇട്ട് കൊടുത്ത് ചെയ്തെടുക്കുന്നതാണ് മിക്കവാറും ഉള്ള കർപ്പൂരമെല്ലാം.
അപ്പം അത് ഉപയോഗിക്കുമ്പം ഹെക്സമീൻ എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം എന്തൊക്കെയാണ് അതിൽ അതുകൊണ്ടുണ്ടാവുന്ന ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും. അപ്പം ഈ ഒരു കണ്ടന്റ് അതിനകത്ത് മിക്സ് ചെയ്തിട്ടാണ് ഈ കർപ്പൂരം മൊത്തം ഇവിടേക്ക് വരുന്നത്. അപ്പം ഈ കർപ്പൂരം നമ്മൾ പൂജാരിമാർ ഉപയോഗിക്കുന്നുണ്ട്, തൊട്ടു തൊഴാൻ ഭക്തർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതുകൊണ്ട് ഉള്ളിലേക്ക് നമ്മൾ കഴിക്കുന്ന സാധനം മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, ശ്വസിക്കുന്നതും പ്രധാനമാണ്. അപ്പൊ ഇത് ഉപയോഗിക്കുന്നവർക്കും പ്രശ്നമാണ്. അപ്പൊ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഞാൻ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. വേറെ എന്തൊക്കെയാണ് ഇതോടെ ഉൽപ്പന്നങ്ങൾ വേറെ ഉണ്ടാക്കുന്നത്? കർപ്പൂരം അല്ലാതെ കർപ്പൂരം വെച്ചിട്ട് റൂം ഫ്രഷ്നർ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. കർപ്പൂരത്തിന്റെ പ്യുവർ പൗഡറിൽ തന്നെ വേറെ ഒരു മിക്സും ഇല്ലാതെ തന്നെ ഈ ഒരു കോൺ ഞാൻ ചെയ്യുന്നുണ്ട്. ഈ പൗഡർ തന്നെയാണ്. അത് റൂമിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കാറിൽ യൂസ് ചെയ്യാം. ഭയങ്കര ഒരു ഫ്രഷ്നസ് മണം തന്നെ. അതെ, പ്യുവർ കർപ്പൂരത്തിന്റെ മണം തന്നെയാണ്. ഇതിനകത്ത് യാതൊരു മിക്സും ഇല്ല, യാതൊന്നും ചേർക്കുന്നില്ല, പ്യുവറായിട്ട്. അതുകൊണ്ട് തന്നെ ഈ കോണിനും വില കൂടുതലുണ്ട്. അപ്പം ഇത് ആൾക്കാർ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ വില കുറഞ്ഞ എന്ത് സാധനവും വാങ്ങിക്കാനാണ് ആൾക്കാർ നോക്കുന്നത്. പ്യുവർ വാങ്ങിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആൾക്കാർ പ്യുവർ വാങ്ങിക്കുന്നവരുണ്ട്, ഇല്ല എന്നല്ല. എന്നാലും മാർക്കറ്റിൽ ആൾക്കാർ പറയുന്നത് വില കുറഞ്ഞ എന്ത് സാധനം കിട്ടുമോ അത് വാങ്ങിക്കാനാണ് മാർക്കറ്റിൽ ആളുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബിസിനസ്സിൽ ഈ വില കുറച്ച് സാധനങ്ങൾ മറ്റു സ്ഥലത്തുനിന്ന് വരുന്നത് കൊണ്ടാണ്. ഇതിലൊരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ പലർക്കും അറിയുന്നില്ല. നമ്മൾ ശ്വാസകോശ സംബന്ധമായ അസുഖം, പ്രത്യേകിച്ച് കൊറോണയുടെ പശ്ചാത്തലത്തിൽ, കൊറോണ വന്ന ശേഷം പലർക്കും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ കൂടുതലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരു പ്രൊമോഷൻ എന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാനാണ് ഇനി ഉദ്ദേശിക്കുന്നത്? ഇതിന് ഞാൻ ആൾക്കാരിലേക്ക് എപ്പോഴും പറയുന്നത് പ്യുവർ, നമ്മൾ എല്ലാ കാര്യങ്ങളും, നമ്മളിപ്പോൾ ആഹാരമാണെങ്കിലും എല്ലാത്തിലും മായമാണ്. എന്ത് സാധനം എടുത്താലും മായമാണ്. നമുക്ക് എല്ലാം ഒന്നും മാറ്റാൻ പറ്റില്ലെങ്കിലും നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റുന്ന, എന്നെ കൊണ്ട് ഇപ്പം ഈ ഒരു കാര്യം പൂജാരിമാരിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കറിയാം, അവർ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അറിയാം ഇതിനകത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നുള്ളത്. പല അമ്പലങ്ങളിലും ഇപ്പം കർപ്പൂരം ഉഴിയിൽ നിർത്തിയിട്ടുണ്ട്, എന്നിട്ട് മറ്റേ കിഴി കെട്ടിയിട്ട് എള്ള് കെട്ടി ഉഴിയുന്നുണ്ട്. കാരണം അവർക്കറിയാം അതിനകത്തുള്ള ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷേ ബാക്കി ഇപ്പം അമ്പലം പൂജാരിമാരല്ലല്ലോ സാധനം വാങ്ങിക്കുന്നത്, മാനേജ്മെന്റില്ല. അപ്പം അവർ കൂടി അവെയർ ആയാൽ മാത്രമേ ഈ ഒരു സാധനം ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും പ്യുവർ എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ബിസിനസ് സംരംഭം വലുതാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ കൊണ്ടുപോകുന്നത്. അല്ലാതെ ഇപ്പം എനിക്ക് തുടങ്ങിയതുകൊണ്ടെങ്കിൽ എനിക്ക് ലാഭം ഉണ്ടാക്കണമെന്നോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ഒരു നല്ലൊരു സാധനം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. ആഹാരം പോലെ തന്നെ പ്രധാനമാണ് നമ്മൾ ശ്വസിക്കുന്ന ശ്വാസവും. അത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, പ്രത്യേകിച്ച് കൊറോണ കഴിഞ്ഞ പശ്ചാത്തലത്തിൽ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കുകയും മായം ചേരാത്ത ഇത്തരം വസ്തുക്കൾ ക്ഷേത്രങ്ങളിലേക്കും മറ്റും ഉപയോഗിക്കപ്പെടുകയും വേണം. അതിനുള്ള തന്ത്രവും അതിനുള്ള നീക്കവും എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം. അതിനുള്ള യാഥാർത്ഥ്യബോധത്തോടെയുള്ള നീക്കങ്ങളാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. ഇത്തരം സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതും അതുപോലെ തന്നെ ഇത് കൂടുതൽ ജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കേണ്ടതുമാണ്. ഏതായാലും ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. സൂര്യയുടെ ഈ സംരംഭം എല്ലായിടത്തും പടർന്നു കയറട്ടെ എന്ന് ആശംസിക്കുന്നു.